കോവിഡിൻ്റെ പേരിൽ ഏറെ ചീത്തപ്പേര് കേൾക്കുന്നുണ്ട് ചൈന. കോവിഡിന് കാരണമാകുന്ന വൈറസ് നിർമ്മിച്ചത് ചൈനയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഇപ്പോഴിതാ വീണ്ടും പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ചൈന. അപകടകാരികളായ രോഗാണുക്കളെ US കടത്തിയതിന് 2 ചൈനീസ് പൗരന്മാർ പിടിയിലായിരിക്കുന്നു. 33-കാരൻ ലിൻകിൻ ജിയാൻ, സുഹൃത്തായ 34-കാരൻ സുനിയോങ് ലിയു എന്നിവരെയാണ് പിടികൂടിയിരിക്കുന്നത്. ഇവർക്കെതിരെ US നീതിന്യായ വകുപ്പ് കേസും എടുത്തിട്ടുണ്ട്. ഇരുവർക്കുമെതിരെ ഗൂഢാലോചന, തെറ്റായ വിവരങ്ങൾ നൽകൽ, വിസ തട്ടിപ്പ് തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഫ്യൂസേറിയം ഗ്രാമിനീറം എന്ന ഫംഗസ് US കടത്തിയെന്നാണ് ഇരുവർക്കുമെതിരെയുള്ള പരാതി. FBI ആണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. എന്താണ് ഫ്യൂസേറിയം ഗ്രാമിനീറം? സസ്യങ്ങളെ ബാധിക്കുന്ന ഒരുതരം കുമിളാണ് ഫ്യൂസേറിയം ഗ്രാമിനീറം. ഇത് ഗോതമ്പ്, ബാർലി, ചോളം, നെല്ല് തുടങ്ങിയ ധാന്യവിളകളിൽ രോഗബാധയ്ക്ക് കാരണമാകുന്നു. ഹെഡ് ബ്ലൈറ്റ് എന്ന രോഗമാണ് ഈ ഫംഗസ് ഉണ്ടാക്കുന്നത്. ഈ രോഗം ബാധിച്ചാൽ വിളകൾ നശിക്കും. ഓരോ വർഷവും കോടിക്കണക്കിന് ഡോളറിൻ്റെ സാമ്പത്തിക നഷ്ടം വരുത്തുന്ന രോഗമാണിത്. ഈ രോഗം പൂർണ്ണമായി പ്രതിരോധിക്കാൻ കഴിയുന്നതല്ല. ഇതിന് മരുന്നുമില്ല. വിളകളെ മാത്രമല്ല, മനുഷ്യരിലും കന്നുകാലികളിലും ഈ ഫംഗസ് ബാധ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. ഈ കുമിൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കൾ മനുഷ്യരിലും കന്നുകാലികളിലും ഛർദി, കരൾരോഗങ്ങൾ, പ്രത്യുൽപാദന വൈകല്യങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗണിലെ ലബോറട്ടറിയിൽ പഠനാവശ്യത്തിനായി ഡെട്രോയിറ്റ് മെട്രോപൊളിറ്റൻ വിമാനത്താവളത്തിലൂടെയാണ് ഫംഗസ് കടത്തിയതെന്ന് ഇവർ സമ്മതിച്ചിട്ടുണ്ട്. ഫംഗസിനെ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗണിലെ ലബോറട്ടറിയിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. പിടിയിലായ ലിയു ഇതേ രോഗാണുവിനെക്കുറിച്ചാണ് ചൈനയിലെ ഒരു സർവകലാശാലയിൽ പഠനം നടത്തുന്നത്. രോഗാണുക്കളെക്കുറിച്ച് ചൈനയിൽ പഠനം നടത്തുന്നതിന് ചൈനീസ് സർക്കാരിൽ നിന്ന് ജിയാന് ഫണ്ടും ലഭിച്ചിട്ടുണ്ടെന്ന് FBI ഡയറക്ടർ കാഷ് പട്ടേൽ പറഞ്ഞു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ജിയാന് ബന്ധമുണ്ടെന്നും പട്ടേൽ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നുണ്ട്. ഒരു ബയോളജിക്കൽ വെപ്പൺ അഥവാ ജൈവായുധമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഫംഗസാണിവ. അതുതന്നെയാണ് ഈ സംഭവത്തിൻ്റെ ദുരൂഹതയും. എന്താണ് ജൈവായുധങ്ങൾ? രോഗങ്ങൾ പരത്തുന്ന ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് ജൈവായുധങ്ങളായി ഉപയോഗിക്കുന്നത്. ആന്ത്രാക്സ്, വസൂരി, എബോള എന്നീ രോഗങ്ങൾ ഉണ്ടാക്കുന്ന അണുക്കളെ ജൈവായുധങ്ങളായി ഉപയോഗിക്കാറുണ്ട്. രാസായുധങ്ങൾ, ആണവായുധങ്ങൾ എന്നിവയെപ്പോലെ തന്നെ ജൈവായുധങ്ങളും വൻ നാശകാരികളാണ്. ആളുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനുള്ള ശേഷി ഈ ജൈവായുധങ്ങൾക്കുണ്ട്. ജൈവായുധങ്ങളുടെ വ്യാപനം നിയന്ത്രിക്കാൻ പ്രയാസമാണ്. ഇതുതന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയും. സംഭവം ബയോളജിക്കൽ വാർഫെയറിൻ്റെ ഭാഗമാണെന്ന സംശയമാണ് അതുകൊണ്ട് തന്നെ ഉയരുന്നത്. ഈ രോഗാണു ബയോളജിക്കൽ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ളതാണെന്നും US വ്യക്തമാക്കിയിട്ടുണ്ട്.